മഴയും മലരും മരവും കിളിയുമെല്ലാം മലയാളത്തിൻ്റെ അഴകും കരുത്തുമാണ്. ഇവയെല്ലാം അടങ്ങുന്ന ഒരു ലോകമാണ് മാതൃഭാഷയുടേത്. ഇവയിൽ ചിലതില്ലാതാകുമ്പോഴോ? അപ്പോൾ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ഈ പാഠഭാഗമാണ് നമ്മൾ വിശദീകരിച്ച് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള ഭാഷയിൽ ഒരുപാട് കൃതികളും അതേപോലെ കഥകളും ചെറുകഥകളും ഒക്കെ ഉണ്ട് അല്ലേ. ഇവയിലൊക്കെ എന്താണ് കടന്നു വരുന്ന ഒന്നാണ് നമ്മുടെ പരിസ്ഥിതിയിലെ പ്രകൃതിയിലെ ഓരോ കിളികളായാലും പിന്നെ മലര് പിന്നെ അങ്ങനെയുള്ള പലതും കടന്നു വരാറുണ്ട് അല്ലേ. അപ്പം മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ഈ പാഠഭാഗത്ത് നമുക്കൊന്ന് നോക്കാം. മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട്. അതായത് നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാള ഭാഷ അല്ലേ. മലയാള ഭാഷ എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും എന്താ പറയുക, മാതൃഭാഷകൾ വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെത് മലയാള ഭാഷയാണ്. അപ്പോൾ തമിഴ് എടുത്ത് നോക്കിയാൽ എന്താണ്? തമിഴാണ് അല്ലേ. തമിഴ്നാട്ടുകാരുടേത് തമിഴാണ്. അപ്പോൾ നമ്മുടെ മലയാള ഭാഷ ഏതൊരു മാതൃഭാഷ ആയിക്കോട്ടെ, അത് നമ്മൾ കേട്ട് പഠിക്കുന്നത് എവിടെ നിന്നാണ്? അമ്മയിൽ നിന്നും അല്ലേ. നമ്മുടെ അമ്മയിൽ നിന്നും ആദ്യമായിട്ട് നമ്മൾ കേട്ട് പഠിക്കുന്ന അമ്മ എന്ന വാക്ക് അല്ലേ. നമ്മൾ ഓരോ ഭാഷയിലും എന്താണ് അമ്മ എന്ന് വിളിക്കുന്നത്? അതെന്താ? നമ്മുടെ മാതൃഭാഷയിലാണ് നമ്മൾ വിളിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇനി നോക്കുക, മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത് അല്ലേ. ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷ പദസമൂഹത്തിലൂടെയാണ്. അപ്പോൾ അവിടെ ഒരു ഉദാഹരണം കൊടുത്തിരുന്നത് നോക്കാം. തെങ്ങ് എന്ന വൃക്ഷത്തെ എടുക്കുക. തെങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു പദശേഖരം മലയാളത്തിലുണ്ട്. അപ്പോൾ ഒരു തെങ്ങ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് അവസാനിക്കുന്നില്ല. ആ തെങ്ങിലുള്ള ഓരോ കാര്യങ്ങൾ എടുത്ത് നമുക്ക് നോക്കാം. തെങ്ങിൽ എന്തൊക്കെ ഉണ്ടാവും? ഓല അല്ലേ, പിന്നെയോ പട്ട, ഈർക്കിൽ, കൊതുമ്പ്, കോഞ്ഞാട്ട. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ കോഞ്ഞാട്ടാന്നല്ലേ? ഇത് ഓരോ പ്രാദേശിക ഭാഷയായിട്ടാണ് കോഞ്ഞാട്ട എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ തെങ്ങിന് മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന ഒരു അരിപ്പ പോലത്തെ ഒരു ഭാഗം കാണാം. അതാണ് കോഞ്ഞാട്ട കേട്ടോ. പിന്നെ വെള്ളയ്ക്ക, ചില ഭാഗത്ത് നമ്മളൊക്കെ എന്താ പറയുക, മൊച്ചിങ്ങ എന്നൊക്കെ പറയൂലേ. പിന്നെ കരിക്ക്, അതായത് മൊച്ചിങ്ങ കുറച്ചുകൂടി വലുതായി വരുമ്പോൾ ഇളനീരിട്ട് ആവുകയില്ല, അങ്ങനത്തെ പാകത്തിന് കരിക്ക് എന്നാണ് നമ്മൾ പറയുക. പിന്നെ ഇളനീർ അല്ലേ, കുറച്ചുകൂടി ഒന്ന് പാകാം. പിന്നെ പൊങ്ങ് ഉണ്ടാവും. പൊങ്ങ് എങ്ങനെയാ? തേങ്ങ അങ്ങനെ മുളച്ച് വരുമ്പോൾ അതിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പൊങ്ങ് അല്ലേ. പിന്നെ കൊപ്ര, അതായത് തേങ്ങ വെട്ടിയിട്ട് നമ്മൾ ഉണക്കി വെളിച്ചെണ്ണയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കൊപ്ര ആട്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുക. അപ്പം കൊപ്ര എന്ന് പറയും. പിന്നെ വെളിച്ചെണ്ണ അല്ലേ, കൊപ്രയിൽ നിന്ന് ആട്ടിയിട്ടാണ് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. പിന്നെ ചിരട്ട, പിന്നെ ചകിരി, മടൽ, അതായത് ഓലമടൽ എന്നൊക്കെ പറയുന്നതൊക്കെ അല്ലേ മടൽ, എന്നിങ്ങനെ നീണ്ടു പോകുന്നു ആ പദസമൂഹം. ഈ വാക്കുകൾക്ക് തുല്യമായി ഒരു പദസമൂഹം അന്യഭാഷയിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചിട്ടുണ്ട്, തമിഴ് ഭാഷ അല്ലേ. നമ്മുടെ തമിഴ് ഭാഷയിൽ നോക്കിയാൽ നമ്മളെ മലയാള ഭാഷേൻ്റെ അത്ര കൂടുതലായിട്ടുള്ള അക്ഷരമാലയിൽ എടുത്തു നോക്കിയാലൊന്നും അത്രയും വാക്കുകളും പദമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ളതിലൊക്കെ ആണെങ്കിൽ വാക്കുകൾ കുറവ് കാണിക്കും. അപ്പം നമുക്കിപ്പം തേങ്ങയായി ബന്ധപ്പെട്ട് ഒരുപാട് വാക്കുകൾ കിട്ടിയില്ലേ, തെങ്ങുമായി ബന്ധപ്പെട്ടിട്ടില്ലേ. അപ്പോൾ ഈ വാക്കുകൾക്ക് തുല്യമായ ഒരു പദസമൂഹം മറ്റ് ഭാഷകളിൽ ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവുമില്ല. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. പഴമക്കാർക്ക് അവയുടെ പേരും പ്രയോഗവും പരിചയമുണ്ടായിരുന്നു. അപ്പം പണ്ടത്തെ ആളുകൾക്കാണ് പഴമക്കാരെന്ന് പറയുന്നത് കേട്ടോ. മുമ്പളം മൂത്ത ആളുകൾ ഉണ്ടാവില്ലേ, മുതിർന്ന മുത്തശ്ശി അങ്ങനെയൊക്കെയുള്ള ആളുകൾ വീട്ടിൽ, അവരെയൊക്കെ കാലഘട്ടത്തിൽ എന്താ ചെയ്യുക വെച്ചാൽ ഈ സസ്യങ്ങളൊക്കെ വീടിനടുത്തുള്ള എന്തെങ്കിലുമൊക്കെ സസ്യങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു മുറിയൊക്കെ പറ്റിയാൽ എന്താ ചെയ്യുക, മുറി കൂട്ടി അങ്ങനത്തെ പിന്നെ എടുത്തിട്ടൊക്കെ ഓരെന്ത് ചെയ്യും, പിന്നെ മുറിവൊക്കെ ഉണക്കാനുള്ള ഓരോ മരുന്നൊക്കെ ഉണ്ടാക്കും. അതേപോലെ ഔഷധ സസ്യങ്ങളിൽ പെട്ടൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ, മഞ്ഞൾ ഒരു നല്ല ഔഷധ സസ്യമാണ്. ഒരു എന്തെങ്കിലും ചൊറിഞ്ഞ് ഒക്കെ ഉണ്ടായാൽ അതേപോലെ ഉള്ള സംഭവങ്ങൾക്കൊക്കെ എന്താ ചെയ്യുക, മഞ്ഞൾ അരച്ചിട്ടൊക്കെ പുരട്ടും കേട്ടോ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവ് ഇല്ലാതാകുന്നതോടെ ആ സസ്യം തന്നെ അവഗണനയിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്കൊന്നും പണ്ടത്തെ പോലെയുള്ള ഇങ്ങനെയുള്ള ചെടികളൊന്നും കണ്ടാൽ അത് തിരിച്ചറിയാനൊന്നും ചിലപ്പം കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം പ്രധാനപ്പെട്ട ചില സസ്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല. ഇപ്പം തുളസി ചെടി കണ്ടാൽ നമുക്ക് അറിയില്ല, അതൊരു ഔഷധ സസ്യമാണ്. അതേപോലെയുള്ള കുറുന്തോട്ടി, നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ശ്രദ്ധിച്ചാൽ മുക്കുറ്റി, അങ്ങനെയൊക്കെയുള്ള ചില സസ്യങ്ങളുണ്ട്. അതൊക്കെ ഔഷധങ്ങളാണ് കേട്ടോ.
അവിടെ എന്താ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിച്ച് കളയുന്നുണ്ട്. എങ്ങനെ? അറിയാതെയൊക്കെ. കാടൊക്കെ വെട്ടുന്ന സമയത്തൊക്കെ നമുക്ക് അറിയുന്നില്ല ഇത് ഔഷധമാണ്, ഇത് നല്ലൊരു മരുന്നാണെന്നൊന്നും നമ്മൾ അറിയാതെയാണ് എന്ത് ചെയ്തു പോകുന്നത്, നശിപ്പിച്ചു പോകുന്നത്. അങ്ങനെ നമ്മുടെ പദശേഖരത്തിലെ കുറവ് പരിസ്ഥിതിയെ നേരിട്ട് തന്നെ ബാധിക്കുന്നു. ഇങ്ങനെയുള്ള അവസരത്തിൽ എന്താണ്, നമ്മുടെ പരിസ്ഥിതിയെ നേരിട്ട് തന്നെ എന്ത് ഔഷധ സസ്യങ്ങളൊക്കെ നശിച്ചു പോകാനുള്ള ഇട വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ ഭാഷയിലൂടെയാണ്. പരിസ്ഥിതിയുടെ കാര്യത്തിലാവുമ്പോൾ ഏതെങ്കിലും ഭാഷയുമായല്ല, മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, കുറേ കൂടി പരിസ്ഥിതിയെ സംരക്ഷിക്കണം. നമ്മൾ കുട്ടികൾ ഇപ്പോൾ എന്താ ഒക്കെ എന്തിനെ പറ്റി കുറേയൊക്കെ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പം പല ബോധവൽക്കരണങ്ങളും ക്ലാസ്സുകളൊക്കെ നടക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ തന്നെ അറിയാം എന്ത് പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി എന്താണ് പ്രധാന മാർഗം, മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ്. നമ്മൾ നമ്മുടെ മലയാള ഭാഷയെ മാറ്റി നിർത്താൻ പാടില്ല. അതായത് നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. മാതൃഭാഷ എല്ലാവരും എന്തിരിക്കണം, അറിവ് നേടിയിരിക്കണം മാതൃഭാഷയിലെ. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? ഡോക്ടർ വത്സലൻ വാതുശ്ശേരി. അപ്പോൾ അദ്ദേഹത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ആധുനികയ്ക്ക് ശേഷമുള്ള ചെറുകഥാകൃത്ത്, പിന്നെയോ നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സാഹിത്യ നിരൂപകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനാണ് കേട്ടോ.